ഹായ് എവരിവൺ. ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ് നമ്മുടെ ടൈം. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഈ ടൈം ഏറ്റവും സ്കെയർസ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് പഠിക്കാനുള്ള ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ലിമിറ്റ് യുവർ മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കുട്ടികളും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. പല ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനൽ, നമ്മുടെ ഈ വിന്നേഴ്സുമായിട്ടുള്ള വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥിനി, പേരെടുത്ത് പറയുന്നില്ല, അവരുടെ 7ഓളം അറ്റംപ്റ്റുകളും 3-4 വർഷങ്ങളും പല ടെലഗ്രാം ഗ്രൂപ്പിനെയും വാട്സപ്പ് ചാനലുകളെയൊക്കെ ഫോളോ ചെയ്ത് നഷ്ടമായത് എങ്ങനെയെന്ന് പറയുകയുണ്ടായി. ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് കൊടുക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അത് സയന്റിഫിക് ആയിട്ടല്ലാത്തത് കൊണ്ട് തന്നെ, സിലബസിലെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ അറിയാത്തത് കൊണ്ട് തന്നെ, അതോടൊപ്പം വളരെ വൈഡായിട്ട് ചില ചുരുങ്ങിയ ഏരിയകൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ 7 അറ്റംപ്റ്റാണ് നഷ്ടമായി പോയത്. നമ്മളോടൊപ്പം ചേരുകയും പഠിക്കുകയും JRF നേടുകയും ചെയ്ത വിദ്യാർത്ഥിനിയാണ് സ്വന്തം അനുഭവം ഷെയർ ചെയ്തത്. അത് ഓർത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, മക്കളെ, ദയവായിട്ട് നിങ്ങളുടെ റിസോഴ്സുകൾ ലിമിറ്റ് ചെയ്യുക. നെറ്റ് പരീക്ഷയ്ക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2018 തുടങ്ങി ഇങ്ങോട്ട് അനേകം സൈക്കിളുകളിൽ നടന്ന ചോദ്യങ്ങളുണ്ട്, അതിലെ ഫോക്കസ് ഏരിയകളുണ്ട്, ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കുകയും സിലബസ് കവർ ചെയ്യുകയും ആവർത്തനം നടത്തുകയും ചെയ്യാതെ നെറ്റ് പരീക്ഷ പാസ്സാവാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മനുഷ്യ മനസ്സാണ്, നമ്മുടെ ഓർമ്മയാണ്. ഒരു തവണ കാണുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് എത്ര നാൾ ഓർമ്മയുണ്ടാവും? അപ്പോൾ വീക്കെൻഡ്, മന്ത് റിവിഷൻ അടക്കം ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലെല്ലാം കൃത്യമായിട്ട് ആ രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത്, ഞാൻ ഇന്ന കാര്യങ്ങൾ, ഇന്ന ബുക്കുകൾ, നമ്മുടെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ നോട്ടുകൾ, വീഡിയോ ക്ലാസ്സുകൾ, 6000-ലധികം ചോദ്യമുണ്ട് ഇപ്പോൾ പേപ്പർ 1 വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ റിസോഴ്സുകൾ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് റിസോഴ്സുകൾ ആവർത്തിച്ച് പഠിക്കുകയും റിവിഷൻ നടത്തുകയും ചെയ്യുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഈ ടൈമിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്, 2 പാർട്ടുകളാക്കുക. സിലബസ് കവർ ചെയ്യുന്ന സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുന്നവരും PYQ മാത്രം നോക്കുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 10-20,000-ഓളം പേരെ ഗൈഡ് ചെയ്തതിൻ്റെ പരിചയസമ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത് രണ്ടും ഒരേ വെയിറ്റേജ് വേണ്ട കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കുക. നെറ്റാണെങ്കിലും മറ്റേത് മത്സര പരീക്ഷയാണെങ്കിലും നമ്മൾ ഈ ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ സിലബസ് മാത്രം കവർ ചെയ്യാൻ കൂടുതൽ സമയം എടുത്താൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്കായിരിക്കും. നിങ്ങൾ പഠിച്ച പാറ്റേൺ ചോദ്യങ്ങൾക്ക് അനുസൃതമല്ലെങ്കിൽ എങ്ങനെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പരീക്ഷ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ പറ്റും? ഇനി PYQ മാത്രം നോക്കുകയാണ്, നിങ്ങൾ നോക്കിയതിൽ ഉൾപ്പെടാത്ത സിലബസിലെ ഭാഗങ്ങൾ കവർ ചെയ്തില്ല, അവിടെ നിന്ന് ഇത്തവണ കൂടുതൽ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ രണ്ടും വേണം. സിലബസ് എന്ത് പഠിക്കണമെന്ന് പറയുന്നുണ്ട്, PYQ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾക്കും തുല്യ വെയിറ്റേജ് കൊടുത്താണ് 10-ലധികം സബ്ജക്റ്റുകൾക്ക് I+ന്റെ നെറ്റും സെറ്റും ഒക്കെ കോച്ചിങ് ഉള്ളത്. നിങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാസങ്ങൾ നീണ്ട പ്രയത്നം ലഘൂകരിക്കാൻ സാധിക്കും. നെറ്റ് പരീക്ഷ ആദ്യ ഒരു അറ്റംപ്റ്റിലോ രണ്ടാമതോ ക്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അത്രയും മാസങ്ങൾ, വർഷങ്ങൾ സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ഇപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് ട്രയൽ കണ്ട് നോക്കി അതേ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 2 പോയിന്റുകൾ തീർച്ചയായിട്ടും ഓർക്കുക. ടൈം ഏറ്റവും ലിമിറ്റഡ് ആണ്, അതിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സ്റ്റഡി മെറ്റീരിയലുകൾ ലിമിറ്റ് ചെയ്യുകയും ഒരേ പ്രാധാന്യം നമ്മുടെ സിലബസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുകയും തൊട്ട് മുമ്പ് ഒരു അറ്റംപ്റ്റ് നടത്തിയ ആളാണെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയകൾ, ആ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അത് അനലൈസ് ചെയ്ത് വീക്ക് യൂണിറ്റുകൾ ആദ്യം പഠിച്ച് പ്രയോറിറ്റി അതിന് കൊടുത്ത് പഠിച്ച് വീക്ക് ഏരിയകളെ ഒന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവും. അതോടൊപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകളിലെ സ്ട്രെങ്ത് നിലനിർത്തുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് ജൂണിലെ ഇനി അടുത്ത നെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷയെ പറ്റിയുള്ള അപ്ഡേറ്റുകളെല്ലാം ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ സഹായിക്കുകയും ചെയ്യാം. അപ്പം നന്നായിട്ട് പഠിക്കൂ, മികച്ചൊരു വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.